സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുകയെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എഫക്ട്സ് കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇത് മേക്ക് ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിൾ ജെമിനി വെച്ചിട്ട് എന്താ പറയുക പ്രോമിറ്റ് അടിച്ചു കൊടുത്തിട്ട് മേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ ഇപ്പോൾ എന്താ പറയുക കുറേ ടൈപ്പ് ബോയ്സിൻ്റെ ഗേൾസിൻ്റെ അതുപോലെ തന്നെ കപ്പിൾസിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക പ്രോമിറ്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോമിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ഫോട്ടോൻ്റെ എന്താ പറയുക പ്രോമിറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ എന്താക്കുക ടെലിഗ്രാം ചാനൽ വാട്സപ്പ് ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലൊന്ന് കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ പ്രോമിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ മേക്ക് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി മറ്റേ എന്താ പറയുക 3D പ്രിൻ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്നാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എന്താ പറയുക നാനോ എഫക്റ്റ് തന്നെയാണ്, നാനോ ബനാന എഫക്റ്റിൻ്റെ അകത്ത് കൂടി തന്നെയാണ് ഗൂഗിൾ ജെമിനി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ബനാനാൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ എന്താ പറയുക പ്ലസ് ഐക്കണിൽ കയറിയിട്ട് ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫോട്ടോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ എന്താ പറയുക ടെലിഗ്രാം ചാനൽ വാട്സപ്പ് ചാനൽ കൊടുത്ത ആ പ്രോമിറ്റ് കാര്യങ്ങൾ എന്താക്കുക ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ 3Dൻ്റെ ആ ഒരു പ്രോമിറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതിന് മുമ്പ് കണ്ടവർക്കറിയാം, ഇത് തന്നെയാണ് ഞാൻ ഇതിന് മുമ്പ് പറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നെയിം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ 3Dൻ്റെ ആയതുകൊണ്ട് അപ്പോൾ 3Dൻ്റെ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ 3Dൻ്റെ എല്ലാത്ത സംഭവത്തിലാണെങ്കിൽ നെയിം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിങ്ങളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്താക്കിയാൽ മതി, ആരാം മാർക്കിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് മതി. അപ്പോൾ ഒരു 5-6 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താക്കാം ഫോട്ടോസ് കാര്യങ്ങൾ മേക്ക് ചെയ്ത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് മേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ക്ലിയർ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്ലിയർ ഉള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ കിട്ടിയെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്താക്കുക ഒന്ന് വീഡിയോൻ്റെ ലാസ്റ്റ് അങ്ങനെ ക്ലിയർ കൂട്ടാന്നുള്ളൊരു ട്രിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ എന്താ പറയുക ഒരു വാട്ടർമാർക്ക് ഉണ്ട്. അപ്പോൾ ആ വാട്ടർമാർക്ക് ഉണ്ടപ്പോൾ എന്താ പറയുക ബോറായിട്ട് മാറും. അപ്പോൾ ആ ഒരു വാട്ടർമാർക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ലാസ്റ്റ് എന്താ പറയുക ഇതിന് ശേഷം നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫോട്ടോസ് കാര്യങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഗാലറിയിലേക്ക് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ലൈറ്റ് റൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് അടിയിൽ പോയി നമുക്ക് എന്താ പറയുക ഇറേസർ എന്ന് പറയുന്ന റിമൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ എന്താ പറയുക വാട്ടർമാർക്കുള്ള സ്ഥലത്തൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്താക്കാം കാണാൻ പറ്റും ഒരു വാട്ടർമാർക്കുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളെ ലൈറ്റ് റൂം കാര്യങ്ങളൊക്കെ പ്രീമിയമാണ്. അതിലേക്ക് നമ്മൾ ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യുന്ന ഓപ്ഷൻ എന്താ എനേബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രീമിയം വേർഷൻ നമ്മൾ എന്താക്കിയിട്ട് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എന്താക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൻ്റെ അത് കയറിയിട്ട് നിങ്ങൾ എന്താക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് മേലൊക്കെ കുറച്ച് സ്ക്രോൾ ചെയ്താൽ തന്നെ എന്താ പറയുക ഞാൻ ലൈറ്റ് റൂമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈപിക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം അടിയിൽ കാണുന്ന അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ്റെ അത് കയറിയിട്ട് എൻഹാൻസ് വീഡിയോ ക്വാളിറ്റി എന്ന് ഫോട്ടോ ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ടൈമിന് തന്നെ നമുക്ക് എന്താക്കുക കാണാൻ കഴിയുന്നതാണ് നമ്മളെ വീഡിയോ ഒന്ന് ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ വീഡിയോൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഇൻക്രീസ് ആവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ. ഓക്കെ.